Dear students, Diploma in Commercial Practice-ന്റെ മൂന്നാം സെമസ്റ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മുടെ ഈ ഒരു മൂന്നാം സെമസ്റ്ററിലെ അക്കൗണ്ടൻസി 3 എന്ന പേപ്പറിൽ പ്രധാനമായിട്ടും 4 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. രണ്ടാമത്തെ മൊഡ്യൂളായിരുന്നു അക്കൗണ്ടിംഗ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂള് അക്കൗണ്ടിംഗ് ഫോർ ഡിപ്രീസിയേഷൻ. ഫൈനൽ ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ പറയുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ് ആയിരുന്നു. ഇതിൽ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇതിൻ്റെ ഇൻട്രഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ചുറ്റും, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ ഭൂരിഭാഗവും പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ അത്തരത്തിൽ പ്രോഫിറ്റ് മോട്ടീവോട് കൂടി പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങളെയാണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ നോൺ ട്രേഡിംഗ് കൺസേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ നോൺ ട്രേഡിംഗ് കൺസേൺസ് എന്ന് ആദ്യം നോക്കാം. അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ടു അച്ചീവ് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആയിട്ടുള്ള ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി. ഇതെന്തല്ല, പ്രോഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളല്ല എന്നുള്ളതാണ്. നോട്ട് ഫോർ എൻഗേജ്ഡ് ഇൻ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും യൂണിറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സ്ഥാപനവുമല്ല ഇത്തരത്തിലുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കാം പിന്നെ അവർ ചെയ്യുന്നത്? ദേ ആർ റെൻഡറിങ് സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ സൊസൈറ്റി. സമൂഹത്തിനോ അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സിനോ സർവീസസ്, സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലബ്സ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയവയൊക്കെ എന്താണ്, നമ്മുടെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മീനിങ് ആൻഡ് ഡെഫിനീഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന, അതിലെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ സർവീസ് റെൻഡർ ചെയ്യുക, സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തല്ല ലക്ഷ്യം? പ്രോഫിറ്റ് അല്ല ലക്ഷ്യം എന്നുള്ളതാണ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അവർക്ക്. ആ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അത്തരം സ്ഥാപനങ്ങളുടെ പ്രത്യേകത, ഫീച്ചേഴ്സ് നോക്കാം. നമ്പർ 1, റെൻഡറിങ് സർവീസസ്. സേവനം നൽകുക എന്നുള്ളതാണ് അവരുടെ പ്രഥമ പരിഗണന. ടു സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ജനറൽ പബ്ലിക്. ആർക്കാണ് അവർ സേവനം നൽകുന്നത്? ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്, അതിൽ മെമ്പറായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന്. ഫോർ എക്സാമ്പിൾ, SNDP സംഘടന, അല്ലെങ്കിൽ MSF, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ സംഘടനകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കായിരിക്കും അവരുടെ പ്രാമുഖ്യം. ജനറൽ പബ്ലിക്കിനും ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജനറൽ പബ്ലിക്കിനോ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനോ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ ഇത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസൊക്കെ അവരുടെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനോ വേണ്ടിയുള്ള സർവീസുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി. പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി അല്ല ഇത്തരം സ്ഥാപനങ്ങൾ. ദേ ആർ റെൻഡറിങ് സർവീസസ് ബട്ട് നോട്ട് ആക്സെപ്റ്റിംഗ് ഓർ നോട്ട് എയിം എനി കൈൻഡ് ഓഫ് പ്രോഫിറ്റ്. യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റ് അവർ എന്ത് ചെയ്യുന്നില്ല, എയിം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നോട്ട് ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അവർ പ്രോഫിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കാരണം തന്നെ അവരെന്തില്ല, സാധനങ്ങൾ വാങ്ങിക്കൊടുന്ന് കൂടിയ വിലയ്ക്ക് വിൽക്കാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട്
പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾ, ക്ലബ്ബുകൾ, സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അവരൊക്കെ നോക്കുക, അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ലാഭത്തിന് വേണ്ടി സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻകം എന്തായിരിക്കും? അവർക്ക് നിലനിന്ന് പോകാനുള്ള ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിലെ മെമ്പേഴ്സ് നൽകുന്ന മാസാമാസമുള്ള സബ്സ്ക്രിപ്ഷൻസ് ആയിരിക്കാം, ഡൊണേഷൻസ് ആയിരിക്കാം, ഗ്രാൻറ്റുകളായിരിക്കാം, തുടങ്ങിയവയൊക്കെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ചില നാട്ടിലെ ചില ആളുകൾ എന്ത് ചെയ്യും, മരണപ്പെടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് പണമൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, ലെഗസീസായിട്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലായിട്ട് എഴുതി വയ്ക്കാറുണ്ട്. വില്ലുകളൊക്കെ എഴുതി വയ്ക്കാറുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആരാധനാലയങ്ങൾക്കോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കോ ഒക്കെ എഴുതി വയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ അവരുടെ സോഴ്സ് ഓഫ് ഇൻകമാണ്. അപ്പോൾ റിസൾട്ട് എന്താണ്? ഇവരിപ്പോൾ ഓരോ വർഷം പ്രവർത്തിക്കുന്നു, എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നു. ഓരോ വർഷം അവസാനം അവർക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. റിസൾട്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസോ ഡെഫിസിറ്റോ. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അക്കൗണ്ടൻസി 1, 2, 3 ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആയിരുന്നു കണ്ടിരുന്നത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസിനെ ഇൻറ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കാണിക്കപ്പെടുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്ന രൂപത്തിലാണ്. ഇംപ്ലൈ ചെയ്യപ്പെടുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്ന രൂപത്തിലാണ് ഇവിടെ നെറ്റ് റിസൾട്ടായിട്ട് കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ദെൻ സാധാരണയായിട്ട് അറിയാം, നമുക്ക് എല്ലാ സ്ഥാപനങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ വേണം. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്ത് വേണ്ട, ക്യാപിറ്റലിൻ്റെ ആവശ്യം ഇല്ല. നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ്? വലിയ കെട്ടിടങ്ങളുണ്ടാക്കി, അതിൽ പ്ലാന്റുകളുണ്ടാക്കി, മെഷീനറീസ് സ്ഥാപിച്ച്, എംപ്ലോയീസിനെ സോഴ്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് പ്രൊഡക്ഷൻ നടത്തി അത് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്രയും ക്യാപിറ്റലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടക്കാത്തത് കാരണം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നടക്കാത്തത് കാരണം ഇവർക്ക് എന്തില്ല, ക്യാപിറ്റൽ ഫണ്ടില്ല. അപ്പോൾ ഓരോ വർഷം കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻസും ഡൊണേഷൻസും വലിയ എമൗണ്ടുകളെല്ലാം ചേർത്താണ് അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തനത്തിനുള്ള ഫണ്ടുകൾ ഇവർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ദെൻ നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, കടത്തിൻ്റെ പരിപാടികളൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഒരു സാധനങ്ങൾ വിൽക്കുന്നില്ല. സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്ക് കടം കൊടുക്കുകയും കുറച്ച് സമയത്തെ സാവകാശം നൽകുന്ന ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും ഈ ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ അഥവാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇല്ല എന്നുള്ളതാണ്. മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്, അവരുടെ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എല്ലാ ക്യാഷ് റെസിപ്റ്റിനെയും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ ക്യാഷ് പേയ്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എല്ലാ ക്യാഷ് റെസിപ്റ്റിനെയും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്, അതിലവരെന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നോ ഡിഫറൻസിയേഷൻ ഇല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താണെന്ന് വളരെ ചുരുക്കി പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേമിലോട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അതായത് നമ്മൾ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഫോർ എക്സാമ്പിൾ മെഷീനറി, ലാൻഡ് അല്ലെങ്കിൽ പ്ലാന്റ് തുടങ്ങിയവയെല്ലാം പർച്ചേസ് ചെയ്യുന്ന ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും ലോങ് ടൈമിലായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ബൾക്ക് എമൗണ്ടിൻ്റെ വലിയ ഹ്യൂജ് എമൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്. ഇത്തരത്തിലുള്ള മെഷീൻസോ മറ്റെന്തെങ്കിലും വിറ്റിട്ട് കിട്ടുന്ന വലിയ എമൗണ്ടുകളെയാണ് ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റവന്യൂ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ പേയ്മെൻറ്റും ഉണ്ട്. റവന്യൂ പേയ്മെൻറ്റും റവന്യൂ റെസിപ്റ്റും എന്ന് പറയുന്നത്, റവന്യൂ പേയ്മെൻറ്റ് അന്നന്നത്തെ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, റെഗുലറായിട്ടുള്ള ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് സ്പെൻഡ് ചെയ്യപ്പെടുന്ന എമൗണ്ടുകളായിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ഏൺ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ഇൻകം ആയിരിക്കും എന്ത്, റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന സംഖ്യയാണ് എന്തെന്ന് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ സ്ഥാപനം നിലനിൽക്കുന്നതിന് വേണ്ടി അന്നന്ന് ചിലവാകുന്ന സംഖ്യകൾ, അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസം എവിടെയില്ല, ഈ ഒരു നോൺ
ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഇല്ല എന്നുള്ള. അപ്പോൾ ഇവിടെ ഓൾ ക്യാഷ് റെസിപ്റ്റ്സ്, ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഇനി പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ്: റെൻഡറിങ് സർവീസാണ്, സർവീസ് മോട്ടീവാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി അല്ല, മാനുഫാക്ചറിങ്ങോ ട്രേഡിംഗ് ആക്ടിവിറ്റീസോ അവർ കണ്ടക്ട് ചെയ്യപ്പെടുന്നില്ല. സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനോ ഡൊണേഷനോ ആയിരിക്കും. റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. ക്യാപിറ്റൽ ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എല്ലാ ക്യാഷ് റെസിപ്റ്റും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇത്തരം സ്ഥാപനങ്ങൾ എന്തെല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ അഥവാ NPOs പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. പ്രധാനമായിട്ടും 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിലാദ്യത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റെസിപ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നത്, പേയ്മെൻറ്റ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും ചേർത്ത് വയ്ക്കുന്നതിന് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദിറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ഇതെന്താണ്, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ ഉള്ള എല്ലാ പേയ്മെൻറ്റ്സിൻ്റെയും എല്ലാ റെസിപ്റ്റിൻ്റെയും ഒരു സമ്മറി അല്ലെങ്കിൽ സംക്ഷിപ്ത രൂപമായിരിക്കും ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കപ്പെടുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്രെഡിറ്റഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നോക്കുക, നിങ്ങളുടെ മനസ്സിൽ വരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും, എല്ലാ ക്യാഷ് റെസിപ്റ്റും, ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റും അവിടെ വരും. എല്ലാ പേയ്മെൻറ്റും ക്രെഡിറ്റ് സൈഡിലും വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 sides റെപ്രസെൻറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ എങ്ങനെ വരും, ക്യാഷ് റെസിപ്റ്റുകൾ കൂടുതൽ ആണും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് കുറവുമാണ് എങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് എന്നും, ക്യാഷ് പേയ്മെൻറ്റ് കൂടുതലും ക്യാഷ് റെസിപ്റ്റ് കുറവും ആണ് എങ്കിൽ ഓവർ ഡ്രാഫ്റ്റും വരും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. എല്ലാ ക്യാഷ് റെസിപ്റ്റിൻ്റെയും ക്യാഷ് പേയ്മെൻറ്റിൻ്റെയും സമ്മറിയാണ്, ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ്. ക്യാഷ് പേയ്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ക്യാഷ് റെസിപ്റ്റിനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡിഫറൻസിനെ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നും പറയുന്നു. ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ വരുന്നത് ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. നിങ്ങൾ അക്കൗണ്ടിങ് റൂൾ പഠിച്ച സമയത്ത് പഠിച്ചായിരിക്കും റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളെ കുറിച്ച്. ഇത് റിയൽ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് സെയിം ആസ് ക്യാഷ് ബുക്ക്. ഡെബിറ്റ് ഓൾ റെസിപ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ഓൾ പേയ്മെൻറ്റ്സ്. എല്ലാ റെസിപ്റ്റുകളെയും ഡെബിറ്റ് ചെയ്യുകയും എല്ലാ പേയ്മെൻറ്റ്സിനെയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു റിയൽ അക്കൗണ്ടിൽ. ഓക്കെ, സെക്കൻഡ് വൺ, സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പറയുന്നത് മെർജിങ് ഓൾ ദ ക്യാഷ് ആൻഡ് ബാങ്ക് ഐറ്റംസ്. ക്യാഷും ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്യാഷ് ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അക്കൗണ്ട് ബാലൻസ് എങ്ങനെയാണ്, കമൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസസ് വിത്ത് എ ക്ലോസിംഗ് ബാലൻസ്. ഓപ്പൺ ചെയ്യപ്പെടുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിലെ ഓപ്പണിംഗ് ബാലൻസ്, ആ ഡേറ്റിലുള്ള ക്യാഷോ ബാങ്കോ ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യപ്പെടും. ദെൻ ആ വർഷത്തെ എല്ലാ റെസിപ്റ്റുകളും അതിനുശേഷം റെക്കോർഡ് ചെയ്യും, ആ വർഷത്തെ എല്ലാ പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും ക്ലോസിംഗ് ക്യാഷ് ഓർ ക്ലോസിംഗ് ബാങ്ക് എന്നുള്ളതോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടാവാം. ഓക്കെ, എൻട്രീസ് മെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റും ഫ്രം ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ നിന്നുള്ള എല്ലാ റെസിപ്റ്റും പേയ്മെൻറ്റുമാണ് എന്ത് ചെയ്യപ്പെടുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. റിസൾട്ട്, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് എന്തില്ല, റിസൾട്ട് ഉണ്ടായിരിക്കില്ല. റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇടാൻ കഴിയില്ല.
ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കാണണമെങ്കിൽ എന്ത് വേണം? അടുത്ത സ്റ്റേജായിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തിട്ടില്ല, ഈ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ സർപ്ലസ് ഉണ്ടോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. ഇവിടെ എന്താ അറിയാൻ കഴിയുള്ളൂ? ഓപ്പണിംഗ് ക്യാഷ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഇത്ര ഉണ്ടായിരുന്നു, ക്ലോസിംഗിൽ അത് എത്രയുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ റെസിപ്റ്റ് ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ റെസിപ്റ്റ്, ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഒന്നും തന്നെയില്ല. ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും അതുപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റ്സും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത് നോക്കാം, ഓൾ ക്യാഷ് ഐറ്റംസ് ഇൻക്ലൂഡഡ്. ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ഈ വർഷത്തെ കറൻറ്റ് ഇയർ, പ്രിസീഡിങ് ഇയർ മുൻ വർഷത്തെ, സക്സീഡിങ് ഇയർ വരാൻ പോകുന്ന എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എടുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ, മുൻ വർഷത്തെ, അതുപോലെ വരാൻ ഇരിക്കുന്ന വർഷത്തെ എല്ലാതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എൻട്രീസും ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പക്ഷേ എന്തില്ല? അക്രൂഡായിട്ടുള്ള പേയ്മെൻറ്റ്സോ ഇൻകംസോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ പ്രീപെയ്ഡ് എക്സ്പെൻസസോ പ്രീ റിസീവ്ഡ് റെസിപ്റ്റ്സോ അത്തരത്തിലുള്ള ഒന്നും തന്നെ എടുക്കുന്നില്ല. ആക്ച്വലായിട്ടുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ആക്ച്വലായിട്ടുള്ള പേയ്മെൻറ്റും ആക്ച്വലായിട്ടുള്ള റെസിപ്റ്റും മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് എന്ത്? ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റിയൽ അക്കൗണ്ടാണ്, സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്, അക്കൗണ്ട് ബാലൻസ് പറയുന്ന ഓപ്പണിംഗ് വിത്ത് ബാലൻസും ഉണ്ടായിരിക്കാം, ക്ലോസിംഗ് ബാലൻസും ഉണ്ടായിരിക്കാം. എൻട്രീസ് മെയ്ഡ് ഫ്രം ക്യാഷ് ബുക്കാണ്. റിസൾട്ട് ഇല്ല. റിസൾട്ട് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് ഓർ അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ റവന്യൂ ഐറ്റം തമ്മിലുള്ള ഡിഫറൻസസ് ഇല്ല. എല്ലാ ക്യാഷ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പീരിയഡിലുള്ള ക്യാഷ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ഒന്നും തന്നെ എടുക്കുന്നില്ല. ഇതിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊഫോമ നോക്കുക. ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞു, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്. ഈ വർഷമാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കലണ്ടർ ഇയർ ആണെങ്കിൽ 31 ഡിസംബർ 2020. അല്ല, നമ്മൾ ഫിനാൻഷ്യൽ ഇയറാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 31 മാർച്ച് 2020 അല്ലെങ്കിൽ 2019 ഏതാണോ ഇയർ ആ ഇയർ ഇവിടെ എഴുതും. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, പിന്നെ ആദ്യം ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റുകളെയും റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ നോക്കുക. ബാലൻസ് ബ്രോ ഡൗണിൽ ക്യാഷ് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റിൽ ഓപ്പണിംഗ് ക്യാഷ്, ഓപ്പണിംഗ് ബാങ്ക്. അതിനുശേഷം റവന്യൂ റെസിപ്റ്റ്സ്, സബ്സ്ക്രിപ്ഷൻ, പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ, നെക്സ്റ്റ് ഇയർ. പിന്നെ ജനറൽ ഡൊണേഷൻ. ഇതെല്ലാം റെസിപ്റ്റുകളാണ്. അങ്ങനത്തെ എല്ലാ റെസിപ്റ്റുകളും എന്ത് ചെയ്യുക? നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ജനറൽ ഡൊണേഷൻസ് കിട്ടും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ് കൊടുക്കുന്നതാണ്. ഓരോ മാസത്തെയും സബ്സ്ക്രിപ്ഷൻസ് മെമ്പേഴ്സ് നൽകേണ്ടതായിട്ടുണ്ട്. ചിലരത് ഒന്നിച്ച് നൽകും, ചിലർ മാസം നൽകും, ചിലർ ഈ വർഷത്തെ നൽകാതെ ഒടിപ്പിച്ച് 2 വർഷത്തെ ഒന്നിച്ച് നൽകും. അങ്ങനെയൊക്കെ പല രൂപത്തിലുണ്ടാവാം. ഇതൊക്കെ റെസിപ്റ്റുകളായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ ഡൊണേഷൻസ് പുറത്തുനിന്നുള്ള ആളുകൾ തരുന്നു. ഇപ്പോൾ സംഘടനകൾക്കൊക്കെ പുറത്തുനിന്ന് ഒരുപാട് എന്ത് ചെയ്യും? ഡൊണേഷൻസ് കിട്ടും. അതെല്ലാം റെക്കോർഡ് ചെയ്യണം. ലോക്കർ റെൻറ്റ്, ക്ലോക്ക് റൂം റെൻറ്റ്, ഹാൾ റെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള റെസിപ്റ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സിൽ നോക്കുക. റവന്യൂ പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ റെസിപ്റ്റ്സ് പറയുന്നത് എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്, ലെഗസീസ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, റെസിപ്റ്റ് ഓൺ അക്കൗണ്ട്. ഈ ഐറ്റത്തിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് ഇനി അടുത്ത PPT നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഈ മോഡൽ കൃത്യമായി വൃത്തിയായിട്ടും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓരോ ഐറ്റത്തിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഐറ്റം കേട്ട് കഴിഞ്ഞാൽ റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഈ പ്രോബ്ലങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, റവന്യൂ പേയ്മെൻറ്റ്സ് അന്നന്നത്തെ കാര്യങ്ങൾ നടക്കുന്നതിനാണ്. വേജസ്, സാലറീസ്, ഹോണറേറിയം,
ഷോർട്ട് ടൈം ആയിരിക്കും ഇതെല്ലാം. റെൻറ്റ്, പോസ്റ്റേജ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, കൺവെയൻസ്, ടൂർണമെൻറ്റ് തുടങ്ങിയിട്ട്. ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് പറഞ്ഞാൽ ലോങ് ടൈം പേയ്മെൻറ്റ്സ് ആയിരിക്കും. ബിൽഡിംഗ്, ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെൻറ്റ്, ബുക്സ്, സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയിട്ടുള്ളവ. ഇനി നോക്കുക, റെസിപ്റ്റ് സൈഡ് കൂടുതലും പേയ്മെൻറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ഇവിടെ ബാലൻസ് അറ്റ് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള രൂപത്തിൽ കാണിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റെപ്സ് എന്നുള്ളതാണ്. Take opening cash or bank balance and enter on the debit side. If bank balance is overdraft, then enter on the credit side. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ബാങ്ക് ബാലൻസ് ഡെബിറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യുക? ടേക്ക് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എൻ്റർ ഓൺ ദി ഡെബിറ്റ് സൈഡ്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് തന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരും. അതെന്തുകൊണ്ടാണ്? ഓവർ ഡ്രാഫ്റ്റ് പറയുന്നത് ലാബിലിറ്റിയാണ്. അതെന്താണ്? പേയ്മെൻറ്റ് കൂടുതലും കഴിഞ്ഞ വർഷത്തെ പേയ്മെൻറ്റ് കൂടുതലും കഴിഞ്ഞ വർഷത്തെ റെസിപ്റ്റ് കുറവും ആയത് കാരണമാണ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് പറയുമ്പോൾ അത് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിലോട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണെന്നുള്ളത് ആ ബേസിക് കൺസെപ്റ്റാണ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത് എൻ്റർ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? എല്ലാ റെസിപ്റ്റുകളും റെക്കോർഡ് ചെയ്യുക വിത്ത് ക്യാപിറ്റൽ ഓർ റവന്യൂ. അത്തരത്തിലുള്ളൊരു ഡിഫറൻഷിയേഷൻ അവിടെ ഇല്ല, എല്ലാതും റെക്കോർഡ് ചെയ്യുക. പാസ്റ്റ് എന്നോ കറൻറ്റ് എന്നോ ഫ്യൂച്ചർ എന്നോ ഉള്ള വ്യത്യാസവും ഇല്ല, എല്ലാതും എന്ത് ചെയ്യുക? കൃത്യമായി ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റുകളും റെക്കോർഡ് ചെയ്യുക. മൂന്നാമത് പറയുക, എൻ്റർ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓൾ പേയ്മെൻറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരിയഡ് പാസ്റ്റ് ഓർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. പ്രസൻറ്റോ ഫ്യൂച്ചറോ പാസ്റ്റോ നോക്കാതെ റവന്യൂ ആണോ ക്യാപിറ്റലാണോ എന്ന് നോക്കാതെ എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റിസീവബിൾ ഇൻകം ആൻഡ് പേയബിൾ എക്സ്പെൻസസ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് ദർ ഇൻ നോ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. റിസീവബിൾ കിട്ടാനുള്ള ഇൻകം അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ചെലവ്, ഇത് രണ്ടും എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താണ്? കിട്ടാനുള്ളതാണ്, കിട്ടിയിട്ടില്ല, ഇൻഫ്ലോ വന്നിട്ടില്ല. ക്യാഷിൻ്റെ ഇൻഫ്ലോ വന്നെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഔട്ട്ഫ്ലോ, ക്യാഷ് പുറത്ത് പോയിട്ടില്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിസീവബിളോ അല്ലെങ്കിൽ പേയബിളോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യരുത്? റെക്കോർഡ് ചെയ്യരുത്. ബാലൻസ് ദ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്. അതായത് റെസിപ്റ്റ് കൂടുതലും പേയ്മെൻറ്റ് കുറവും ആണ് എങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് എന്ന രൂപത്തിലായിരിക്കും കാണിക്കുക. ഇഫ് ക്രെഡിറ്റ് സൈഡ് ഈസ് ഹെവിയർ, ദാറ്റ് ഈസ് പേയ്മെൻറ്റ് ഈസ് ഹയർ ദാൻ റെസിപ്റ്റ്സ്, ദെൻ ഇറ്റ് ഷോസ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്. ഇതായിരിക്കും കാണിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വർഷത്തെ ഈ ഒരു അഞ്ചാമത്തെ ഐറ്റമായിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഒരുവിധം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ക്ലാസ്സുകളിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.